ഈ കുടുംബവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠഭൃത്യൻ സൈലസ് മാത്യു, അതുപോലെ ജാൻസി ആൻ്റെയും തോമസ് കുട്ടി പാസ്റ്ററും ഈ കുടുംബത്തിന് എനിക്ക് മറക്കാനാവാത്ത ഒത്തിരി ഓർമ്മകൾ കർത്തൃവേലയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രിയമ്മച്ചി, പ്രിയപ്പച്ചനും വളരെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങൾ മാത്രമായിരുന്നില്ല, പ്രാർത്ഥനയുടെ പിൻബലം പ്രിയ അമ്മച്ചിക്കുണ്ടായിരുന്നു. തന്നെയുമല്ല, ഞാൻ ഓർക്കുന്നത് പ്രിയ അമ്മച്ചി മറ്റാരിലും വ്യത്യസ്തയായി ആരാധനയുടെ കാര്യത്തിൽ ഒട്ടും പിശക് കാണിക്കാതെ എത്രയും തനിക്ക് ആരോഗ്യവും ബലമുണ്ടോ അതിലുപരി ആരാധനയ്ക്ക് വളരെയധികം വില കൊടുക്കുന്ന മാതാവായിരുന്നു. ഞാൻ ഓർക്കുന്നു, നിലമ്പൂരിലെ ആരാധന സ്ഥലത്തിന് സമീപം തയ്യാറാക്കിയ ആ പന്തലിൽ കൺവെൻഷൻ നടക്കുന്ന സമയം ജനബഹുലമായ അന്തരീക്ഷം, ആരാധന നടക്കുമ്പോൾ, ദൈവന പ്രഘോഷണം നടക്കുമ്പോൾ മറ്റുള്ളതും വ്യത്യസ്തയായി ഒരു ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടിരുന്നു. മറ്റാരുടെ ശബ്ദമായിരുന്നില്ല, പ്രിയ വല്യത്തമ്മച്ചിയുടെ ശബ്ദം. ദിഗംബരങ്ങളെ നടുങ്ങുമാറ് വളരെ ഉച്ചത്തിൽ കർത്താവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹീതയായ മാതാവായിരുന്നു. തീർച്ചയായും ഞാൻ ഓർക്കുന്നു, കർത്തൃവേലയിൽ പ്രിയ അമ്മച്ചി എല്ലാ മക്കളെയും കരം പിടിച്ചുയർത്താൻ, എല്ലാവരെയും സുവിശേഷത്തിന് അർപ്പിക്കാൻ കഴിഞ്ഞ അനുഗ്രഹീതയ മാതാവാണ് ആ പ്രിയ അമ്മച്ചിയുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എറണാകുളം സെൻട്രലിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പൊതുവയ്പ് സഭയുടെ എല്ലാ ദുഃഖവും എൻ്റെ കുടുംബത്തിൻ്റെ വേദനകളും പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പ്രിയമാതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് പറയുവാൻ ഒഴുവമ്പാറ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ശുശ്രൂഷകനായിരിക്കുന്ന എനിക്ക് ലഭിച്ച അവസരത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ദുഃഖങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, നെടുവീർപ്പില്ലാത്ത നിത്യരാജ്യത്തിലേക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയെ അനുഭവിച്ച് പ്രത്യാശയോടെ പോകുവാൻ പ്രിയ മാതാവിന് ഇടവരുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവിധമായ ആശ്വാസങ്ങളും ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മുഴുവന്മാരുടെ നാമത്തിൽ എൻ്റെയും നാമത്തിലുള്ള ആശ്വാസങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ദേവദാസൻ പാസ്റ്റർ തോമസ് മാത്യു എന്നിവരോടുള്ള ബന്ധത്തിലാണ്. ഞങ്ങളൊന്നിച്ച് 1988 92 കാലഘട്ടത്തിൽ മടക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ പഠിക്കുവാൻ കർത്താവ് അവസരം തന്നു. ആ സമയം ഈ വാത്സല്യ ഭവനവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗ വാർത്ത വളരെ ദുഃഖത്തോടെയാണ് ഞങ്ങൾ അറിഞ്ഞത്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് കർമ്മേൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഞങ്ങൾ പഠിച്ച കാലത്തെ കുട്ടികൾ ഒരുമിച്ച് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളിൽ കുറച്ച് പേർ പറഞ്ഞത്, നമ്മൾ ആ ഗെറ്റ് ടുഗദറിൽ പോകുന്നതിന് മുൻപ് നമുക്കിവിടെ വരണം. തോമസ് മാത്യുവിൻ്റെ മാതാവ് വാർദ്ധക്യമാണ്, ഇവിടെ വന്ന് ആ മാതാവിനെ ഒന്ന് കണ്ടിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ ശ്രമിക്കാവൂ എന്നെല്ലാവരോടും പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒന്നിച്ച് വരുവാനിടയായി. ആ സമയത്ത് മറക്കാനാവില്ല, ആ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം കരുതിയിരുന്നു. ഞങ്ങൾ വളരെ ധൃതിയിലാണ് ഇവിടെ വന്നത്. സമയത്ത്
പോകാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ കൈക്ക് കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അത് പറ്റുകയില്ല, ഞാനെല്ലാം ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവാണ്. അതുമാത്രമല്ല, അതിന് മുൻപ് പല ഘട്ടങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ സ്വന്തം മക്കളെ ആ മാതാവ് എത്രമാത്രം സ്നേഹിച്ചു എന്ന്, അത് ആ സ്നേഹം ഒട്ടും കുറയാതെ ഞങ്ങൾക്കും അനുഭവിപ്പാനിടയായിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ലോകം നമ്മെക്കുറിച്ച് വിലയിരുത്തുന്നത്. പ്രിയ മാതാവിൻ്റെ ജീവിതകാലം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ ജീവിതം നിലനിർത്തുവാൻ പ്രിയ മാതാവിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രാർത്ഥനാ ജീവിതം, മക്കളെ സ്നേഹിക്കുന്ന നല്ലൊരു മാതാവ്, ദൈവദാസന്മാരെയും ദൈവസഭയെയും ബഹുമാനിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിന് അഹോരാത്രം അധ്വാനിച്ച ഒരു ധീര സേനാനി. ആ നിലയിലൊക്കെ പ്രിയ വാത്സല്യ മാതാവ് നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കും. കർത്താവ് വരുന്ന നാളിൽ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ആ പ്രിയ മാതാവിനെ കാണാം. ഈ പുറയിലുള്ള ഫ്ലെക്സിൽ ആ മുഖം കാണുമ്പോൾ, ആ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ, ആ മുഖം, ആ ചിരി എന്നും മായാതെ നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. വാത്സല്യ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിത്യലോകത്ത് ഒരിക്കലും അന്തവും അറുതിയുമില്ലാത്ത ആ കാലത്ത്, ഇവിടെ നമ്മൾ വളരെ ചെറിയൊരു കാലഘട്ടമാണ് ആ മാതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞത്. എന്നാൽ നിത്യതയുടെ തീരത്ത് അന്തമില്ലാത്ത അറുതിയില്ലാത്ത ആ നിത്യരാജ്യത്തിൽ എന്നും ആ സ്നേഹത്തോടൊപ്പമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. വചനത്താലുള്ള എല്ലാ സമാധാനവും നിങ്ങളുടെ ഹൃദയത്തിൽ നൽകട്ടെ. 1988-92 ബാച്ചിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ, എല്ലാ ദൈവദാസന്മാരുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും ഈ സമയം ഞാൻ പങ്കുവയ്ക്കുന്നു. വേൾഡ് മിഷൻ ഇവാഞ്ചലിസം ദൈവസഭയുടെ ദുഃഖവും ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രയർ ഒരു ഗാനം ആലപിക്കുന്നത്, തുടർന്ന് അമ്മച്ചിയുടെ കൊച്ചുമോനായിരിക്കുന്ന പ്രിയ ബോബി മുൻപോട്ട് കടന്നു വന്ന് തൻ്റെ ഓർമ്മകൾ ചുരുക്കം വാക്കുകളിൽ ആവർത്തിക്കുന്നതായിരിക്കും. വസ്ത്രം ധരിച്ചു വിശുദ്ധ സംഘമേ, വസ്ത്രം ധരിച്ചു വിശുദ്ധ സംഘമേ, ചേർന്നിൻ സവിദേവം
പ്രൈസലോ. തുടർന്ന് പ്രിയ ജാൻസി സിസ്റ്റർ തോമസ് കുട്ടിച്ചാനോടൊക്കെ ചേർന്ന് മലബാറിൽ കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുന്ന മലബാർ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് വർഗീസ് ചില വാക്കുകൾ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖ ഭവനത്തിൽ ദൈവസന്നിധിയിൽ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തോടെ ബന്ധത്തിൽ കൂടി വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ കണ്ടിട്ട് ചെയ്യുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ, മറ്റ് കർത്തൃദാസന്മാർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നിലമ്പൂര് പ്രിയ പാസ്റ്ററോടും ജാൻസി സിസ്റ്ററോടൊക്കെ ചേർന്ന് ഒരു കുടുംബം എന്ന പോലെ കർത്താവിൻ്റെ വയലിൽ നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഈ പ്രിയമാതാവിനെ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നിലമ്പൂർ അവർ വന്നപ്പോഴാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ ഞാനിവിടെ വന്ന് കുറേ സമയം ഇവിടെ ചെലവഴിപ്പാനായിട്ട് ഇടയായി തീർന്നു. നമ്മെ വീട്ട് ദൈവസന്നിധിയിൽ വാങ്ങിപ്പോയ പ്രിയ മാതാവ് അവരുടെ ഉള്ളിൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പുണ്ടായ സുവിശേഷ ദർശനം അവരുടെ തലമുറയ്ക്ക് പങ്കുവെച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരുടെ 3 മക്കൾ പൂർണ്ണസമയ കർത്താവിൻ്റെ വേലയിലാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ അവരുടെ ഭൗമിക ജോലിയുടെ ബന്ധത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുകയും കർത്താവിൻ്റെ വേലയിലുമാണ്. കൊച്ചുമക്കളിൽ പലരും കർത്താവിൻ്റെ വേലയിലാണ്. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും പ്രശംസീയമായിട്ട് ഉള്ളത്. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഞാൻ ജാൻസി സിസ്റ്റർ, എൻ്റെ സിസ്റ്ററെ പോലെ ബഹുമാനിക്കുന്ന, ഞങ്ങൾ വളരെ അടുത്ത് ഇടപെടുന്നവരാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. ജാൻസി സിസ്റ്ററിനോട് പറഞ്ഞു എൻ്റെ പ്രായം ഈ വീടിനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്രയും നല്ല വീടും സംവിധാനവും ഒക്കെ വിട്ടിട്ട് ആ മലബാറിൽ വന്ന് 24 വീടുകൾ അവർ മാറി മാറി താമസിച്ചു. അതിൻ്റെയൊക്കെ പിന്നിൽ ഈ മാതാവ്, ഈ പിതാവൊക്കെ അവരുടെ ഹൃദയത്തിൽ കൊടുത്ത സുവിശേഷത്തിൻ്റെ ആത്മാവാണ്. അത് അവരെ ആ നിലയിൽ ആ ത്യാഗം സഹിച്ച് മലബാറിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതെല്ലാം ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്നിങ്ങനെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു.